ഓർമ്മയുണ്ടോ? ഞാൻ അവസാനം ദാ ഇവിടുന്നായിരുന്നു വീഡിയോ ചെയ്തത്. ഈ ഒരു റേഞ്ചിൽ നമുക്ക് മൊമെൻറ്റം സ്ലോ ആയതുകൊണ്ട് നമുക്കൊരു ഡിപ്പ് സംഭവിക്കും. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് സംഭവിച്ച പോലെ നല്ല രീതിയിലൊരു മൊമെൻറ്റം വീണ്ടും ക്രിയേറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. സോ അടുത്ത മൂവ്മെൻറ്റ് എന്താണെന്ന് അറിയണ്ടേ? വെൽക്കം. ആദ്യം നമുക്ക് മൈക്രോ ടൈം ഫ്രെയിമിൽ നോക്കാം. നിങ്ങൾ എല്ലാ ഇൻഫ്ലുവൻസിൻ്റെ കണക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ബ്രേക്കൗട്ട് ചെയ്താൽ ഇവിടെ കിട്ടും, ഇവിടുന്ന് ബ്രേക്കൗട്ട് ചെയ്താൽ ഇവിടുന്ന് ചോക്ലേറ്റ് കിട്ടും, അങ്ങനെ ഒരു അനലൈസിങ് രീതി നിങ്ങൾ എന്നിൽ നിന്നും എക്സ്പെക്ട് ചെയ്യലും. കാര്യം എനിക്കത് ഇഷ്ടമല്ല, നിങ്ങൾക്കും അത് നഷ്ടമാണ്. ഞാൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ പ്രൈവറ്റ് ടൈമിൽ മാർക്കറ്റ് അനലൈസ് ചെയ്ത് വിത്ത് എൻ്റെ എക്സ്പീരിയൻസിലോട് കൂടി ഒരു ടാർഗറ്റും കാര്യങ്ങളും പഠിച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്ത് വന്ന് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായിരിക്കും നിങ്ങൾക്കും എളുപ്പം. സോ ഓവറോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് എന്തായാലും മൈക്രോ ടൈം ഫ്രെയിമിലെ വ്യൂ നോക്കാം. 4 hour ചാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 hour ചാർട്ടിൽ തീർച്ചയായും നമുക്ക് ഇവിടുന്ന്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ, ഇവിടുന്ന് നമുക്കൊരു അപ്സൈഡ് ഷോർട്ട് ടൈമിലോട്ട് കൂടുതൽ അപ്സൈഡ് കിട്ടും. അതിനൊരു റീസൺ ഉണ്ട്, അത് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടുന്ന് നമുക്ക് നേരെ 73-74 റേഞ്ചിലോട്ട് നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഒരു ഡിപ്പും അടുത്ത് ഇനിയൊരു ഇൻ കേസ് നമുക്കൊരു ഡിപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു 68 റേഞ്ചിലോട്ട് ഡിപ്പ് കിട്ടുവാണെങ്കിലും അത് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തുമായാലും ടാർഗറ്റ് 73-74 എന്നുള്ളതാണ് ബിറ്റ്കോയിൻ്റെ അടുത്ത ടാർഗറ്റ്. ഷോർട്ട് ടൈമിലോട്ട് നമ്മളൊരു ഹയർ ഹൈ ഫോർമേഷൻ, ഞാൻ കഴിഞ്ഞതിൻ്റെ വീഡിയോയിലെല്ലാം പറഞ്ഞ പോലെ നമ്മളൊരു ലോവർ ലോ അല്ല, നമ്മളൊരു ഹയർ ഹൈ, സൈഡ് വേ, ഹയർ ഹൈ, ആ ഒരു ട്രെൻഡിലോട്ടാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് പ്രതീക്ഷിക്കുക. ഡിപ്പ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. എന്തുകൊണ്ട് ഞാൻ 73-74 ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 73-74 എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സോണാണ്. ഇവിടുന്ന് ഈ ഒരു സൈഡ് വേ, മെയിൻ സൈഡ് വേ, ഈ ഒരു അക്കുമുലേഷൻ സോൺ ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ബുൾ റൺ, മക്കളെ ബിറ്റ്കോയിൻ്റെ യഥാർത്ഥ കളി എന്താണെന്ന് നിങ്ങൾ കാണുന്നത് ഈ ഒരു ബ്രേക്കൗട്ടിന് ശേഷമായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. ഇവിടെ വന്നാൽ മേ ബി ഇവിടെ ഒരു കുറച്ച് നാൾ ട്രേഡ് ചെയ്യുക, കുറച്ച് മണിക്കൂർ ട്രേഡ് ചെയ്യുക, റിജക്ഷനോ നമുക്ക് കിട്ടാം. സോ 73-74 വരിക എന്നുള്ളതാണ് ഷോർട്ട് ടൈമിലുള്ള ടാർഗറ്റ്. അതിനുശേഷം വൺസ് നമ്മൾ 73-74 ബ്രേക്കൗട്ട് വിത്ത് സ്ട്രോങ് വോളിയത്തോട് കൂടി ആദ്യം ഒരു ബ്രേക്കൗട്ട് കിട്ടുകയും അതിനുശേഷം നമുക്ക് ചെറിയൊരു റീട്രേസ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കൗട്ട് കിട്ടിയ റേഞ്ചിൽ നിന്ന് നല്ല രീതിയിലൊരു നല്ല മൊമെൻറ്റം, രണ്ടാമത് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം. ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം, പേടിക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മെഗാ ഫേസിലോട്ടായിരിക്കും പോകുന്നത്. ആദ്യത്തെ ടാർഗറ്റ് 80-90K ആ റേഞ്ചിന് മുകളിലോട്ടായിരിക്കും ബിറ്റ്കോയിൻ്റെ അടുത്ത മെഗാ ബുൾ റൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ 56 റേഞ്ചിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ പറഞ്ഞതാണ്, ബൈ ചെയ്തോ, ഇതാണ് ബോട്ടം, നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകാമെന്ന്. സോ ടെലിഗ്രാം ചാനലിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഒരുപാട് ആൾക്കാർ അന്ന് വാങ്ങിച്ചിട്ടുള്ളതിൽ ഞാൻ സന്തോഷമാണ്. ഇപ്പോൾ ബിറ്റ്കോയിൻ 70,000 വന്ന് എത്തി നിൽക്കുന്ന സമയത്ത്. സോ ഇവിടുന്ന് 56 വാങ്ങിച്ചവർ 80 റേഞ്ച് എത്തുമ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. സോ ലോങ് ടൈമിൽ അക്കുമുലേറ്റ് ചെയ്യാൻ സ്പോട്ട് ബൈ ഓർഡർ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും വാങ്ങിക്കാം. 56 ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു, 61 വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു. സോ ഇനിയും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇപ്പോഴത്തെ റേഞ്ചിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ലോങ് ടൈമിലോട്ട് വാങ്ങിക്കാൻ പറ്റും. അതാണ് ഷോർട്ട് ടൈമിലോട്ടും ലോങ് ടൈമിലോട്ടുള്ള വീവ്. ഷോർട്ട് ടൈമിലോട്ട് നിങ്ങൾ 73-74 എന്നുള്ള റേഞ്ചിൽ നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വീവ് ചെയ്യുക. അവിടുന്ന് ഒരു ബ്രേക്കൗട്ട് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞുതരാം. ബിറ്റ്കോയിൻ്റെ അപ്ഡേറ്റ് ഇതാണ്. ഇനി നമുക്ക് എത്തേറിയത്തിലോട്ട് വരാം. നമുക്ക് അറിയാം, ബിറ്റ്കോയിൻ ഉൾപ്പെടെ നമ്മളുടെ ക്രിപ്റ്റോ മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു അപ്സൈഡ് കാണിക്കാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എത്തേറിയത്തിൻ്റെ ETF ബന്ധപ്പെട്ടതാണ്, അല്ലേ? ETF വരുന്നുണ്ട്, ETF അപ്രൂവ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഹൈ പ്രോബബിലിറ്റി ആണെന്നുള്ള ന്യൂസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ആ ഒരു സാധ്യത വെച്ചാണ് മാർക്കറ്റ് ഇപ്പോൾ അപ്പ് ചെയ്യുന്നത്. സോ ഞാൻ ഈ പറയുന്ന ഷോർട്ട് ടൈം വ്യൂവ്, ബിറ്റ്കോയിനായാലും എത്തേറിയത്തിലായാലും ഷോർട്ട് ടൈം വ്യൂവ് ഈ ഒരു എത്തേറിയത്തിൻ്റെ ന്യൂസ് ബേസ് ചെയ്തിട്ടാണോ ഇത് നെഗറ്റീവ് ആവുകയാണ്. ഇൻ കേസ് ഇത് റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിലോട്ടുള്ള ഈ വ്യൂവ് ഇൻവാലിഡ് ആവും. പക്ഷേ ലോങ് ടൈം വ്യൂവ് സ്റ്റിൽ വാലിഡ് തന്നെ ആയിരിക്കും. സോ നിങ്ങൾ അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട, ETF റിജക്റ്റ് ആവും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട. അത് ഹൈ പ്രോബബിലിറ്റി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതും ഇന്നല്ലെങ്കിൽ നാളെ, ഓഗസ്റ്റിന് മുമ്പോ ഓഗസ്റ്റിലോ നമുക്ക് അപ്രൂവ്മെൻറ്റ് കിട്ടുമെന്നുള്ള കാര്യം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇനി എത്തേറിയത്തിലോട്ട് പോകാം. എത്തേറിയത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ വൺസ് ഈ ഒരു ETF അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്തേറിയം ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ 4086 മുകളിൽ എത്തേറിയം ഈസി ആയിട്ട് പോകും. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ബിറ്റ്കോയിനിലെ ETF എന്താണോ നടന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഹൈ പ്രോബബിലിറ്റി നടക്കാൻ ചാൻസ്. അതായത് ETF-ൻ്റെ അപ്രൂവ്മെൻറ്റ് ന്യൂസ് വരുന്നു, ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മളൊരു പുതിയ പമ്പ് നല്ല രീതിയിൽ മാർക്കറ്റിൽ വരുന്നു. അതിനുശേഷം നമ്മൾ ഒരു റീടെസ്റ്റ് ചെയ്യുന്നു. ആളുകൾ പതുക്കെ ചിന്തിക്കുന്നു,
ETF ഹൈപ്പ് മാറി എല്ലാം ഡൺ ആയെന്ന് ചിന്തിക്കും, ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, ഇറങ്ങും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടുന്ന് വെയിൽസ് നിങ്ങൾക്ക് പണി തരുന്നതാണ്, പ്ലേ കളിക്കുന്നതാണ്. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് നല്ല രീതിയിൽ എത്തേറിയവും ബിറ്റ്കോയിനും ഉൾപ്പെടെ നല്ല രീതിയിൽ ഒരു മെഗാ ബുൾ റൺ, അതായത് നല്ല രീതിയിൽ അപ്സൈഡ് എത്തേറിയം, എസ്പെഷ്യലി എത്തേറിയം നല്ല രീതിയിൽ അപ്സൈഡ് കാഴ്ചവെക്കുന്നത് അതിന് ശേഷമായിരിക്കും. സോ ആഫ്റ്റർ ETF അനൗൺസ്മെൻറ്റ്, അപ്രൂവൽമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷം നിങ്ങളൊരു ചെറിയ ഒരു കറക്ഷൻ കണ്ടു കഴിഞ്ഞാൽ പേടിക്കരുത് എന്നാണ് ഞാൻ ഈ ഒരു ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇതേ സിനാരോ ബിറ്റ്കോയിനും സംഭവിക്കും. ആ ഒരു സമയത്ത് 73, 74 റേഞ്ചിലായിരിക്കും മേ ബി നമുക്ക് മാർക്കറ്റ് ട്രേഡ് ആവുന്നത്. സോ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വെയിൽസിൻ്റെ പ്ലേ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് എനിക്ക് എത്തേറിയത്തിലും ബിറ്റ്കോയിനിലും പറയാനുള്ളത്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്തേറിയത്തിൽ ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പം എൻ്റെ ടെലിഗ്രാം ചാനലിലെ പിള്ളേർ ഓൾമോസ്റ്റ് 100% പ്രോഫിറ്റ് ആകും, സ്പോട്ടിൽ പ്രോഫിറ്റ് ആകും എന്നുള്ളൊരു കാര്യം കൂടെ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം 2800 റേഞ്ചിൽ ഞാൻ എത്തേറിയം വാങ്ങിക്കാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു, വാങ്ങിച്ചതിൽ സന്തോഷമുണ്ട്. സോ നമ്മൾ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട്, ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പറഞ്ഞ പോലെ ലോങ് ടൈമിലോട്ട് നമ്മൾ ടെലിഗ്രാമിൽ ഞാൻ ഉൾപ്പെടെ എൻ്റെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 10K ആണ്, 10,000 ആണ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഞാൻ എത്തേറിയത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പോകെ 1 by 1 ആയിട്ട് ഓരോ ETF എത്തേറിയത്തിൽ അപ്രൂവ്മെൻ്റ് ആവും. സോ അതനുസരിച്ച് എത്തേറിയം നല്ല രീതിയിലുള്ള ബുൾ മാർക്കറ്റിലോട്ട് കടക്കുകയും നമ്മൾ 10K എന്ന് പറയുന്ന റേഞ്ചിലോട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ലോങ് ടൈമും ഷോർട്ട് ടൈമിലോട്ടുള്ള എത്തേറിയത്തിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൈമും ബുള്ളിഷ് തന്നെയാണ്. നിങ്ങൾക്ക് ഓരോ ഡിപ്പും നിങ്ങളുടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അതിൽ വേറെ ഒന്നും നിങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്താൽ ഇവിടെ വരും അങ്ങനെ ഒന്നും പറയാൻ എനിക്ക് ഒരു താല്പര്യമില്ല. കാര്യം ഇത് ബുള്ളിഷ് തന്നെയാണ്. സോ അപ്സൈഡിൽ എന്തായാലും പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യാതെ മുമ്പോട്ട് പോകത്തില്ല എന്ന് നിങ്ങൾക്കുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. സോ എന്തായാലും ഒരു ഡിസ്കൗണ്ട് തരും, ആ ഡിസ്കൗണ്ട് നിങ്ങളുടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. എത്തേറിയം ഞാൻ ഈ പറയുന്ന 4000-4000 മുകളിലോട്ടാണ്, അത് ടെലിഗ്രാം ചാനലിൽ ഞാൻ ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്. ഷോർട്ട് ടൈമും ലോങ് ടൈമും ആ ഒരു ടാർഗറ്റിലോട്ട് നിങ്ങൾക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ഇൻവാലിഡ് ആവുന്നത് ഇൻ കേസ് ഇത് നമ്മളുടെ ഈ ഒരു ETF അപ്രൂവ്മെൻറ്റ് എന്തെങ്കിലും ഒരു ഡിലേയോ അല്ലെങ്കിൽ ഒരു റിജക്ഷനോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഷോർട്ട് ടൈം വേവ് ഇൻവാലിഡ് ആകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ഷോർട്ട് ടൈമിലോട്ട് നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി നല്ലൊരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ കളിക്കുക. ലിവറേജ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോങ് ടൈം നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യാം, ഒരു വിഷയമില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മാർക്കറ്റിലെ മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും 60% ബിറ്റ്കോയിനും അതിൽ ബാക്കി ഒരു 20% എത്തേറിയവും വാങ്ങിച്ച് മാത്രം കളിക്കുക. ബാക്കിയുള്ള 15-20% മാത്രം അൾട്ട് കോയിനിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ അൾട്ട് കോയിനിലൊക്കെ നിങ്ങളൊരു ഡിപ്പ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. കാര്യം മാർക്കറ്റിലെ സകല ഫണ്ടും എത്തേറിയത്തിലോട്ടും ബിറ്റ് കോയിനിലോട്ടും വരും ദിവസങ്ങളിൽ പോവും. സ്വാഭാവികമായിട്ട് അൾട്ട് കോയിനിൽ നിങ്ങൾക്ക് ചെറിയ ഡിപ്പുകൾ പ്രതീക്ഷിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് അൾട്ട് കോയിൻ വാങ്ങിക്കാം. ചവറ് പോലെല്ലാം പോയി വാങ്ങിക്കരുത്. നിങ്ങൾക്ക് നല്ല AA ടോക്കൺസുകൾ, ഓക്കെ, AAയുടെ പ്രൊജക്റ്റുള്ള കോയിൻസുകൾ നിങ്ങൾക്ക് പോയി വാങ്ങിക്കാം. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി സിഗ്നൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് നിങ്ങൾ മുമ്പത്തെ മെസ്സേജ് എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോയിൻസുകൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു ട്രേഡറെ സംബന്ധിച്ച് ട്രേഡറുടെ വീവിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എന്താ പറയുക, നമ്മൾ ചൂണ്ടയിടുന്ന ആളുടെ കണക്കാണ്. പെട്ടെന്നാണ് തീരുമാനം മാറുന്നത്, പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് അയാൾക്ക് മാറ്റി ബുക്ക് ചെയ്യാനും പറ്റും. സോ എൻ്റെ ഈ ഒരു അനലൈസിങ് ഷോർട്ട് ടൈം വ്യൂവിലോട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ മസ്റ്റായിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെയും ജോയിൻ ചെയ്യുക. അതുപോലെ ETF അപ്രൂവ്മെൻറ്റ് ന്യൂസ് ഞാൻ പറയാൻ വിട്ടുപോയി. ETF അപ്രൂവ്മെൻറ്റ് ന്യൂസ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെയിൽസ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് പ്രൂഫ് സഹിതം ഞാൻ അതിനകത്ത് ഇട്ടതാണ്. സോ ആ ഒരു സമയത്ത് എന്തോരം പേര് എത്തോരം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ കുറേ നാളുകൾക്ക് മുമ്പ് ഇതുപോലെ മാർക്കറ്റിൽ വെയിൽസ് നമ്മളുടെ റീറ്റെയിൽ ട്രേഡേഴ്സ് തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അവർ പലതും അറിയും. അങ്ങനെ ആ ഒരു ടൈമിൽ നമ്മളെ ട്രോണിൻ്റെ ഫൗണ്ടേഴ്സൊക്കെ ബൾക്ക് രീതിയിൽ എത്തേറിയം വാങ്ങിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തായിരുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏർലി സ്റ്റേജിൽ പല കാര്യങ്ങളും അറിയണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, എനിവേ താങ്ക് യു, ബൈ.